ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ എക്സാം കിറ്റിന്റെ ആൻസർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാം കിറ്റിന്റെ ആദ്യ ഭാഗത്തിൽ 3 ഇയേഴ്സ് ഓഫ് എംപവർമെന്റ് എന്ന ലെസന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, കാര്യങ്ങൾ, അതേപോലെ തന്നെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, കാര്യങ്ങളോ ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം കിറ്റിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസറുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമിലേക്ക് പതിവായിട്ട് വരുന്ന ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആൻസർ മാത്രമേ നോക്കുന്നുള്ളൂ. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ലെസന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന്റെ ചോദ്യവും അതേപോലെ തന്നെ ആൻസറുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദി 3 L's ഓഫ് എംപവർമെന്റ്? സ്ത്രീ ശാക്തീകരണത്തിന്റെ 3 എല്ലുകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ എന്നുള്ളത് ഒന്ന് ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് വെച്ചാൽ പഠനമാണ്. രണ്ടാമതായിട്ട് ലേബർ ആണ്. ലേബർ എന്ന് വെച്ചാൽ തൊഴിലാണ്. മൂന്നാമതായിട്ട് ലീഡർഷിപ്പ് അഥവാ നേതൃത്വമാണ്. അപ്പോൾ ഈ 3 എല്ലുകളാണ് ശാക്തീകരണത്തിന്റെ 3 എല്ലുകൾ എന്ന് പറയപ്പെടുന്നത്. ഇത് രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇംപീഡിമെന്റ്? അഥവാ ഇംപീഡിമെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് എന്നതാണ്. അപ്പോൾ ഇംപീഡിമെന്റ് എന്നുള്ള വാക്ക് ആ ഒരു സ്പീച്ചിൽ ക്രിസ്ത്യൻ ലാഗാർഡ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അതിന്റെ മീനിങ്സ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ എന്നുള്ളത് ബാരിയർ എന്നുള്ളതാണ്. എന്താണ് ബാരിയർ എന്നതാണ് ഇംപീഡിമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വേസ് ഓഫ് എംപവറിംഗ് വിമൺ, സ്ത്രീ ശാക്തീകരണത്തിന്റെ വഴികളാണ് നോക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് വരാം, അതല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ വഴികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന ഈ ഒരു പോയിന്റ്സ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നോക്കി വെക്കേണ്ടതാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ വഴികളിൽ ഒന്നാമത്തേത് ഗിവിംഗ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ നൽകുക. ഗിവിംഗ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ വേജസ്, തുല്യ വേതനവും തുല്യ നിലവാരവും സ്ത്രീകൾക്ക് നൽകുക. പ്രൊവൈഡിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സ്ത്രീകൾക്ക് തൊഴിൽ അവസരങ്ങൾ നൽകുക. പ്രൊവൈഡിംഗ് സോഷ്യൽ ജസ്റ്റിസ്, സ്ത്രീകൾക്ക് സാമൂഹിക നീതി നൽകുക. എൻഷുറിംഗ് പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ഫീൽഡ്സ്, എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഡെവലപ്പിംഗ് ദ കൾച്ചർ ഓഫ് ഇൻക്ലൂഷൻ, സാംസ്കാരിക പരമായിട്ടുള്ള വികസനങ്ങളിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തുക. പ്രൊവൈഡിംഗ് ബെറ്റർ ഹെൽത്ത് കെയർ, നല്ല ആരോഗ്യ പരിചരണങ്ങളെ കാര്യങ്ങളോ ഒക്കെ സ്ത്രീകൾക്കും നൽകുക. ഗിവിംഗ് സോഷ്യൽ സെക്യൂരിറ്റി, സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷയും കാര്യങ്ങളും ഒക്കെ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ വഴികൾ എന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരട്ടെ, അതല്ല സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരട്ടെ, ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത മറ്റൊരു ചോദ്യം, പ്രിപ്പയർ 5 questions ഫോർ an ഇന്റർവ്യൂ വിത്ത് ക്രിസ്ത്യൻ ലാഗാർഡ്. അപ്പോൾ ക്രിസ്ത്യൻ ലാഗാർഡയാണ് 3 Years ഓഫ് എംപവർമെന്റ് എന്നുള്ള ഒരു സ്പീച്ച് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ലാഗാർഡയോട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 ചോദ്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാക്കേണ്ടതുള്ളൂ, ആൻസർ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. 5 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യമാണ്, സേ അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്, നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഒന്ന് പറയൂ എന്നാണ് എന്താക്കുന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ മറ്റൊരു ചോദ്യമാണ്, വാട്ട് ആർ ദി ചാലഞ്ചിങ് ടാസ്ക്സ് ബിഫോർ വിമൺ ഇൻ ദി വേൾഡ്, ലോകത്തിൽ സ്ത്രീകൾക്ക് മുമ്പിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമാണ്, വൈ ഡു യു സെലക്ട് ദിസ് ഫീൽഡ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാലാമത്തെ മറ്റൊരു ചോദ്യമാണ്, ഹൗ ക്യാൻ വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ വുമൺ, സ്ത്രീകളിൽ ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമതായിട്ട്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു അസ്, ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ മാത്രം ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൻസേഴ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപക്ഷെ 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു പ്രിവെന്റ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൺ ഇൻ അവർ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ എങ്ങനെയാണ് തടയുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അട്രോസിറ്റീസ് വെച്ചാൽ അതിക്രമങ്ങൾ എന്നാണ് അർത്ഥം.
അപ്പോൾ ഈ ഒരു ആൻസർ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇവിടെ പറയുന്ന പോയിന്റ്സ് കാര്യങ്ങളൊക്കെ എസ്സേയിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത് കണ്ടക്ടിങ് അവയർനെസ് പ്രോഗ്രാം, സ്ത്രീകൾക്ക് അവബോധം സൃഷ്ടിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക, നടത്തുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് ഡെവലപ്പിംഗ് ദ കൾച്ചർ ഓഫ് സോഷ്യൽ ഇൻക്ലൂഷൻ, സ്ത്രീകളെ സാമൂഹിക വികസനങ്ങളിലൊക്കെ സ്ത്രീകളെ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് സ്ട്രിക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ, നിയമം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിൽ വരുത്തുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാസ്റ്റ് ട്രാക്ക് കോഡ്സ് ടു ഹാൻഡിൽ കേസസ് ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൺ, സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമ കേസുകൾ വിധി തീർപ്പാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നുള്ള കോടതികൾ, അതിവേഗ കോടതികൾ സ്ഥാപിക്കുക എന്നതാണ്. അടുത്ത മറ്റൊന്നാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റേഴ്സ് ഇൻ ഓൾ വില്ലേജസ്, എല്ലാ ഗ്രാമങ്ങളിലും സ്ത്രീകൾക്ക് കൗൺസിലിംഗ് നൽകുവാനും അതേപോലെ തന്നെ ഗൈഡൻസ് നൽകുവാനുമുള്ള സെന്ററുകൾ സ്ഥാപിക്കുക എന്നതാണ്. അടുത്ത മറ്റൊന്നാണ് അഡോപ്റ്റ് ബെറ്റർ റിഹാബിലിറ്റേഷൻ പോളിസി, നല്ല പുനരുദ്ധാരണ നയങ്ങളെ കാര്യങ്ങള്, പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ കാര്യങ്ങള് ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുക എന്നതാണ്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ എന്നുള്ളത് ഒന്നാമതായിട്ട് എഡ്യൂക്കേഷൻ ഈസ് എ ഗോൾഡൻ വേ ടു സക്സസ്, വിദ്യാഭ്യാസം എന്നുള്ളത് വിജയത്തിലേക്കുള്ള സുവർണ പാതയാണ് വിദ്യാഭ്യാസം. രണ്ടാമതായിട്ട് എഡ്യൂക്കേഷൻ പേവ്സ് ദ വേ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, വിദ്യാഭ്യാസം മാനുഷിക വിഭവങ്ങളുടെ വികസനത്തിലേക്ക് വഴിതെളിയിക്കുന്നു എന്നതാണ് രണ്ടാമത്തേത്. പേവ്സ് എന്ന് വെച്ചാൽ വഴിതെളിയിക്കുക എന്നാണ് അർത്ഥം. മൂന്നാമതായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് മോർ ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകുന്നു. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ഡെവലപ്സ് പേഴ്സണാലിറ്റി, വിദ്യാഭ്യാസം വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്നു. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് നോളജ്, വിദ്യാഭ്യാസം അറിവ് വർദ്ധിപ്പിക്കുന്നു. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ഡെവലപ്സ് ക്രിയേറ്റിവിറ്റി, വിദ്യാഭ്യാസം ക്രിയാത്മകത വർദ്ധിപ്പിക്കുന്നു. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ഗിവ്സ് ഹോപ്പ് ആൻഡ് ഡ്രീംസ്, എഡ്യൂക്കേഷൻ പ്രതീക്ഷയും സ്വപ്നങ്ങളും നൽകുന്നു. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ഗിവ്സ് ബെറ്റർ ലൈഫ് ട്രെയിനിങ്, നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് വിദ്യാഭ്യാസം നൽകുന്നത്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ 3 പോസ്റ്റേഴ്സ് ഫോർ വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി 3 പോസ്റ്ററുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്ററുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റർ ആണ് എഡ്യൂക്കേറ്റ് വിമൻ സേവ് അവർ സൊസൈറ്റി. രണ്ടാമത്തെ പോസ്റ്റർ ആണ് സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ പ്രൊട്ടക്ട് സോഷ്യൽ ജസ്റ്റിസ്. മൂന്നാമത്തെ പോസ്റ്ററാണ് മാർജിനലൈസേഷൻ ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് ഡെമോക്രസി. അപ്പോൾ ഈ 3 പോസ്റ്ററുകൾ നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ട പോസ്റ്ററുകളാണ്. പലപ്പോഴായിട്ടും എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പോസ്റ്റർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത മറ്റൊരു ചോദ്യമാണ് ലിസ്റ്റ് ഔട്ട് ദി മേജർ ക്വാളിറ്റീസ് ഓഫ് എ വുമൺ ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്, ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ ഒരു സ്ത്രീക്ക് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം. അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ മേജർ ക്വാളിറ്റീസ് ആണ് സെൽഫ് കോൺഫിഡൻസ്, രണ്ടാമത്തെ ഹാർഡ് വർക്ക്, മൂന്നാമതായിട്ട് ലൈഫ് സ്കില്ല്, നാലാമതായിട്ട് പേഷ്യൻസ്, അഞ്ചാമതായിട്ട് പേഴ്സവറൻസ് എന്ന് വെച്ചാൽ സ്ഥിരോത്സാഹമാണ്, ആറാമതായിട്ട് സോഷ്യൽ ഔട്ട്ലുക്ക്, ഏഴാമതായിട്ട് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഗുണങ്ങൾ. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ ഡിസ്കസ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ മെജോറിറ്റി ഓഫ് വിമൻ ഇൻ ദി വേൾഡ് ഫീൽ കംഫർട്ടബിൾ within the 4 walls of their home. They are not ready to take up challenging jobs to prove their ability. They are only selecting safe jobs like teaching and nursing. Really, they are blessed with unlimited abilities. The above statement, women should step outside their comfort zones, is a great call towards for women. Is a great call towards women for a new world. We have great women personalities like Indira Gandhi, Mother Teresa, Kalpana Chawla. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ 3 years of empowerment എന്ന ലെസണിന്റെ ആൻസർ ആണ് ഇന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സുകളായിട്ട് എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. ഇനി അടുത്ത മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ all.